79ാം സ്വാതന്ത്ര്യദിനാഘോഷം നിറവിലാണ് രാജ്യം. നയാ ഭാരത് എന്ന ആശയത്തിലൂന്നിയാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ചെങ്കോട്ട പ്രസംഗത്തിൽ ഒരു റെക്കോർഡ് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുറിച്ചു. 104 മിനിറ്റ് നീണ്ട പ്രസംഗം പ്രധാനമന്ത്രിമാരുടെ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയതായിരുന്നു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി. പോലീസ്, സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിച്ചു. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാജ്ഭവനിലെ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പതാക ഉയർത്തി. കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ജാതി വിവേചനമില്ലാത്ത ഇന്ത്യയാണ് സ്വപ്നമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ജാതി മതാതി വേർതിരിവുകൾക്കെല്ലാം അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിൻ്റെ അടിത്തറ. അതും മതനിരപേക്ഷത, ജനാധിപത്യം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളും പരിരക്ഷിച്ച് ശക്തിപ്പെടുത്തി നാം മുൻപോട്ട് പോകും. കേരളമെന്ന് കേൾക്കുമ്പോൾ അന്തരംഗം അഭിമാനപൂരിതമാവുകയും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ജനതയുടെ ഐക്യം ഊട്ടിയുറപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥക്കായി പ്രതിബദ്ധതയോടെ നിലകൊള്ളും. ഇതാവട്ടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ. ഇനി ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലേക്ക് വന്നാൽ പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് ചുട്ട മറുപടിയാണ് ഇന്ന് നരേന്ദ്രമോദി നൽകിയത്. വിരട്ടൽ വേണ്ടെന്നും ഭീഷണി തുടർന്നാൽ സായുധ സേന സ്വന്തം ലക്ഷ്യങ്ങൾ തീരുമാനിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ലെന്നും രക്തവും ജലവും ഒരുമിച്ച് ഒഴുകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. भारत ने तय कर लिया है इन न्यूक्लियर की धमकियों को अब हम सहने वाले नहीं हैं। न्यूक्लियर ब्लैकमेल लंबे अरसे से चलाया, अब वो ब्लैकमेल नहीं सहा जाएगा।